Hi guys, welcome back to the second video of The Danger of a Single Story, a speech delivered by Chimamanda Ngozi Adichie. Chimamanda Ngozi Adichie എന്ന നൈജീരിയൻ റൈറ്ററുടെ The Danger of a Single Story എന്ന സ്പീച്ചിന്റെ സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. Before going to the second video, let us revise what we had seen in the first video. സെക്കൻഡ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് വീഡിയോക്കകത്ത് നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് we will continue. ടെഡ് ടോക്ക് എന്ന് പറയുന്നൊരു അമേരിക്കൻ മീഡിയ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അടിച്ച് നൽകിയിട്ടുള്ളൊരു സ്പീച്ചാണ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. സോ ഈ ഒരു സ്പീച്ചിന്റെ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന പോലെ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നതുകൊണ്ട് അടിച്ച് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരാൾക്കുണ്ടാകാവുന്ന ഏകപക്ഷീയമായിട്ടുള്ള വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ ഒരു ഡേഞ്ചർ, അതിന്റെ അപകടം, ഒരു കാര്യത്തെ ആസ് എ ഹോൾ ആയിട്ട് മനസ്സിലാക്കാതെ, മൊത്തമായി മനസ്സിലാക്കാതെ, വളരെ ലിമിറ്റഡ് ആയിട്ട് ഏത് കാര്യത്തെക്കുറിച്ചിട്ടും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ അപകടത്തെക്കുറിച്ചിട്ടാണ് അവർ ഈ സ്പീച്ചിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഒരു ആശയം അവർ അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. സോ ഇൻ ദ ലാസ്റ്റ് വീഡിയോ we had seen that Adichie begins her speech by telling that I am a storyteller. ഞാനൊരു കഥ പറയുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡിച്ചി തന്റെ ഈ സ്പീച്ച് ആരംഭിക്കുന്നത്. പിന്നീട് അവർ പറയുന്നു, നന്നായി ചെറുപ്പത്തിലെ അവർ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അവർ വായിച്ചിരുന്ന പുസ്തകങ്ങൾ അത്രയും അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും എഴുതപ്പെട്ട കുട്ടികൾക്ക് വേണ്ട ബുക്സ് ആയിരുന്നു. അതുപോലെ തന്നെ അവർ വളരെ നന്നായി ചെറുപ്പത്തിലെ കഥകൾ എഴുതാൻ വേണ്ടിയും ആരംഭിച്ചിരുന്നു. തന്റെ 7-ാം വയസ്സിൽ തന്നെ അഡിച്ചി പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് കഥകൾ എഴുതുകയും അതോടൊപ്പം ക്രയോൺസ് ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങളും വരച്ചിരുന്നു. പക്ഷെ അവർ എഴുതിയിരുന്ന കഥകളിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ വെള്ളക്കാരായിരുന്നു. വെളുത്ത നിറത്തിലുള്ള നീല കണ്ണുകളുള്ള കഥാപാത്രങ്ങളായിരുന്നു അവരുടെ ക്യാരക്ടേഴ്സ്. അവർ മഞ്ഞിൽ കളിക്കുകയും ആപ്പിളാണ് അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അവർ ഒരുപാട് കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നൈജീരിയയിൽ നിന്നും ഒരിക്കൽ പോലും പുറത്തു പോയിട്ടില്ലാത്ത, മറ്റൊരു രാജ്യത്ത് പോയിട്ടില്ലാത്ത അഡിച്ചി ഇത്തരത്തിലുള്ള കഥകളാണ് എഴുതിക്കൊണ്ടിരുന്നത്. അവരുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് മാംഗോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ നാട്ടിൽ ഒരിക്കലും തന്നെ കുട്ടികൾ മഞ്ഞിൽ കളിച്ചിട്ടില്ല. അവരൊരിക്കൽ പോലും കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. കാരണം നല്ല ചൂടേറിയ പ്രദേശമാണ് നൈജീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിരുന്നാലും അവർ വായിച്ച കഥകൾ കാരണം അവർ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ആയിരുന്നു സ്വന്തം കഥകളിലൂടെ സൃഷ്ടിച്ചിരുന്നത്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളത്. Now let us continue the lesson. What this shows, I think, is how impressionable and vulnerable we are in the face of a story, particularly as children. Because all I had read were books in which characters were foreign, I had become convinced that books by their very nature had to have foreigners in them and had to be about things with which I could not personally identify. Adichie says that what this shows, I think, is how impressionable and vulnerable we are. അതായത് ആസ് ചിൽഡ്രൻ, കുട്ടികൾ എന്ന നിലയ്ക്ക് നമ്മൾ എത്രമാത്രം impressionable and vulnerable. What is the meaning of impressionable? Impressionable means easily influenced എന്ന് വെച്ചാൽ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ സാധിക്കുന്ന. And vulnerable means exposed to the possibility of being attacked or harmed either physically or emotionally. Vulnerable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വീക്ക്, മാനസികമായി വളരെ വീക്കായിട്ടുള്ള എന്നൊരു മീനിങ് ആണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. സോ ചിൽഡ്രൻ എന്ന രീതിയിൽ, കുട്ടികൾ എന്ന രീതിയിൽ നമ്മൾ എത്രമാത്രം വീക്കാണ്, എത്രമാത്രം നമ്മളെ സ്വാധീനിക്കാൻ ആ പുസ്തകങ്ങൾക്ക് സ്വാധിക്കും എന്നതാണ് അഡിച്ചി തന്റെ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് ഓൾ ഐ ഹാഡ് റെഡ് വർ ബുക്സ് ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് വെർ ഫോറിൻ. കാരണം അവർ വായിച്ച പുസ്തകങ്ങളിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഫോറിനേഴ്സ് ആയിരുന്നു. അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഉള്ള ഓതേഴ്സ് എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട ബുക്സ് ആണ് അഡിച്ചി തന്റെ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഫോറിനേഴ്സ് ആയിരുന്നു, ഫോറിൻ ക്യാരക്ടേഴ്സ് ആയിരുന്നു. I had become convinced that books by their very nature had to have foreigners in them and had to be about things with which I could not personally identify. ഇപ്പോൾ ചെറിയ കുട്ടിയായിരിക്കെ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ച കാരണം അഡിച്ചിക്ക് എന്തുണ്ടായി? She was convinced എന്ന് വെച്ചാൽ അഡിച്ചി എന്ത് വിശ്വസിച്ചു? That books by their very nature, പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് എന്തുണ്ടായിരിക്കണം? There should be foreigners in them. ഫോറിൻ ക്യാരക്ടേഴ്സ് ആയിരിക്കണം ഒരു പുസ്തകത്തിനകത്ത് ഉണ്ടാകേണ്ടിയിരുന്നത്. And had to be about things with which I could not personally identify. എനിക്ക് വ്യക്തിപരമായിട്ട് ഐഡന്റിഫൈ ചെയ്യാത്ത കാര്യങ്ങളും എക്സ്പീരിയൻസസും ആയിരിക്കണം ഒരു പുസ്തകത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് അറിയാതെ തന്നെ അഡിച്ചി സ്വയം വിശ്വസിച്ചു പോവാണ്. കാരണം കൊച്ചുകുട്ടിയാണ്, നന്നായി ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും വിദേശ പുസ്തകങ്ങൾ, അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് അഡിച്ചിക്ക് വായിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത് അവരെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നതാണ് അവർ അത്തരത്തിലുള്ള കഥകൾ,
എഴുതാൻ ഉണ്ടായ കാരണമെന്ന് അടിച്ചു പറയുന്നത്. Now things changed when I discovered African books. There weren't many of them available and they weren't quite as easy to find as foreign books. Adichie says, but now things have changed. പക്ഷെ ഇപ്പോഴെന്തായി, കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. When I discovered African books, ഞാൻ ആഫ്രിക്കൻ ബുക്സ് കണ്ടെത്തിയപ്പോൾ എൻ്റെ ആശയങ്ങളും എൻ്റെ ചിന്തകളും എല്ലാം മാറി മറിഞ്ഞു. There weren't many of them available. ഒരുപാട് ആഫ്രിക്കൻ ബുക്സ് എനിക്ക് അവൈലബിൾ ആയിരുന്നില്ല. ആൻഡ് ദേ വെറന്റ് ക്വൈറ്റ് ആസ് ഈസി ടു ഫൈൻഡ് ആസ് ഫോറിൻ ബുക്സ്. ഫോറിൻ ബുക്സ് കിട്ടുന്ന പോലെ, അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുള്ള റൈറ്റേഴ്സിന് പുസ്തകങ്ങൾ കിട്ടുന്ന അത്രയും എളുപ്പമായിരുന്നില്ല എനിക്ക് ആഫ്രിക്കൻ ബുക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. But when I read Chinua Achebe and Kamara Lay, I realized that people like me, girls with skin the color of chocolate, whose kinky hair could not form ponytails, could also exist in literature. But Adichie says that when I read Chinua Achebe and Kamara Lay, പക്ഷേ ഞാൻ ചിനുവ അച്ചിബിയുടെയും കമാറ ലേയുടെയും രണ്ടുപേരും ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സാണ്, ചിനുവ അച്ചിബി ആൻഡ് കമാറ ലേ. സോ ഇവരുടെ രണ്ടുപേരുടെയും പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഐ റിയലൈസ്ഡ് ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ, ഞാൻ എന്ത് തിരിച്ചറിഞ്ഞു, ഐ റിയലൈസ്ഡ് ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ, എന്നെ പോലെയുള്ള ഗേൾസ് വിത്ത് സ്കിൻ ദ കളർ ഓഫ് ചോക്ലേറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരൊരിക്കലും ബ്ലാക്ക് എന്നുള്ള വേർഡല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് ദ സ്കിൻ കളർ ഓഫ് ചോക്ലേറ്റ് നിറമുള്ള, എന്ന് വെച്ചാൽ ഡാർക്ക് കളർ, ഇരുണ്ട ആളുകളെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആഫ്രിക്കയിലെ ആളുകളെല്ലാം ഇരുണ്ട നിറത്തിലുള്ള ആളുകളാണ്. സോ സ്കിൻ ദ കളർ ഓഫ് ചോക്ലേറ്റ്, അത്തരത്തിലുള്ള ഗേൾസ്, എന്നെ പോലെ ഇരുണ്ട നിറമുള്ള ചോക്ലേറ്റ് കളറുള്ള ഗേൾസും, ഹൂസ് kinky hair could not form ponytails. What is the meaning of kinky? Kinky means closely twisted or curled. നന്നായിട്ട് സ്പ്രിങ് പോലെ ചുരുണ്ട മുടി. ആഫ്രിക്കൻസിന്റെ ഹെയർ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് കിങ്കി ഹെയർ. നന്നായിട്ട് കേളി ആയിട്ടുള്ള ചുരുണ്ട മുടിയായിരിക്കും ഒരുപാട് ആഫ്രിക്കൻസ് നമുക്ക് കാണാൻ സാധിക്കുക. ഹൂസ് കിങ്കി ഹെയർ കുഡ് നോട്ട് ഫോം പോണി ടെയിൽസ്. ആ ഹെയർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കുഡ് നോട്ട് ഫോം പോണി ടെയിൽ എന്ന് വെച്ചാൽ വളരെ ലോങ് ആയിട്ടുള്ള മുടിയുള്ള ആളുകൾ മുടി ബാക്കിൽ കെട്ടിവെക്കും, അതിനെ നമ്മൾ പോണി ടെയിൽസ് എന്ന് പറയാം. ദിസ് ഈസ് പോണി ടെയിൽ. സോ ഇത്തരത്തിൽ കിങ്കി ഹെയർ ആയിട്ട് പോണി ടെയിൽ കെട്ടാൻ വേണ്ടി പറ്റാത്ത ആളുകൾക്കും കുഡ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചിനുവ അച്ചിബി അതുപോലെ കമാറ ലേ ഈ രണ്ടുപേരുടെയും പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷമാണ് എന്നെ പോലെയുള്ള ഡാർക്ക് ആയിട്ടുള്ള ഗേൾസിനും അതുപോലെ നന്നായിട്ട് ചുരുണ്ട മുടിയുള്ള കിങ്കി ഹെയറുള്ള ഗേൾസിനും ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ സ്ഥാനമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നതെന്ന് അടിച്ചു പറയുന്നു. I started to write about things I recognized. I loved the American and British books I read. They stirred my imagination and opened up new worlds for me. But African writers saved me from having a single story of what books are. After that, she started to write about things she recognized. I started to write about things I recognized. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച്, ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അതിനുശേഷം ഞാൻ എഴുതാൻ വേണ്ടി തുടങ്ങി. അതായത് ചിനുവ അച്ചിബിയുടെയും കമാറ ലയുടെയും പുസ്തകങ്ങൾ വായിച്ച ശേഷം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടി മാറി എന്നാണ് അടിച്ചു പറയുന്നത്. Then she says that I loved the American and British books that I read. ഞാൻ വായിച്ച അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുള്ള പുസ്തകങ്ങൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. They stirred my imagination. Yes, stirred my imagination means എന്റെ ഭാവനയെ ഉണർത്താൻ വേണ്ടി അവ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അമേരിക്കയിലെയും ബ്രിട്ടീഷ് ബുക്സും എന്നെ സഹായിച്ചിട്ടുണ്ട്. And they opened up new worlds for me. എനിക്ക് വേണ്ടി പുതിയൊരു ലോകം അവ തുറന്നു തന്നിട്ടുണ്ട്, അമേരിക്കൻ ബുക്സ് ആൻഡ് ബ്രിട്ടീഷ് ബുക്സ്. But African writers saved me from having a single story of what books are. അമേരിക്കൻ ബുക്സും ബ്രിട്ടീഷ് ബുക്സും എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ആഫ്രിക്കൻ ബുക്സ് ആണ് എന്നെ രക്ഷിച്ചത്. From what? They saved me from having a single story of what books are. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ഒറ്റ ആശയമായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അതെന്തായിരിക്കണം? വെള്ളക്കാരെ കുറിച്ചിട്ടായിരിക്കണം, നീല കണ്ണുള്ള ആളുകളെ കുറിച്ചിട്ടായിരിക്കണം, താനുമായിട്ട് പേഴ്സണലി ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കണം ഒരു പുസ്തകം എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു പുസ്തകത്തെ കുറിച്ച് അടിച്ചിട്ടുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറി, ഒറ്റ ആശയം, ഒറ്റ ഐഡിയ, അതിനെല്ലാം തിരുത്തി കുറിച്ചത്, മാറ്റിമറിച്ചത് ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആയ ചിനുവ അച്ചിബി ആൻഡ് കമാറ ലേ ഈ രണ്ട് റൈറ്റേഴ്സിന്റെ ബുക്സ് ആയിരുന്നു തന്നെ പുസ്തകം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു സിംഗിൾ സ്റ്റോറി, സിംഗിൾ ഐഡിയ, അതിൽ നിന്നും തന്നെ രക്ഷിച്ചത് എന്നാണ് അടിച്ചു പറഞ്ഞത്. I come from a conventional middle class Nigerian family. My father was a professor. My mother was an administrator. Adichie says that she comes from a conventional middle class Nigerian family. Adichie പറയുന്നു, ഞാൻ വരുന്നത് വളരെ കൺവെൻഷണൽ ആയ, മീൻസ് വളരെയധികം യാഥാസ്ഥിതികമായ
ഒരു മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലി, ഒരു ഇടത്തരം നൈജീരിയൻ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. മൈ ഫാദർ വാസ് എ പ്രൊഫസർ, എൻ്റെ അച്ഛനൊരു പ്രൊഫസർ ആയിരുന്നു. മൈ മദർ വാസ് എൻ അഡ്മിനിസ്ട്രേറ്റർ, എൻ്റെ അമ്മ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ആൻഡ് സോ വി ഹാഡ്, ആസ് വാസ് ദ നോം, ലിവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ്. സോ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും എംപ്ലോയിഡ് ആയിരുന്നു. ആസ് വാസ് ദ നോം, ലിവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നു, വീട്ടുവേലയ്ക്ക് വേണ്ടി വീട്ടുജോലി ചെയ്യുന്ന ഒരാളെ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ടായിരുന്നു. ലിവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ് മീൻസ് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടുജോലികൾ സഹായിക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഹൂ വുഡ് ഓഫൺ കം ഫ്രം നിയർ ബൈ റൂറൽ വില്ലേജസ്. ഇത്തരത്തിൽ വീട്ടുവേലയ്ക്ക് വേണ്ടി വരുന്നവർ തൊട്ടടുത്ത റൂറൽ വില്ലേജസ്, ഉൾഗ്രാമത്തിൽ നിന്നായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്നിരുന്നത്. സോ ദ ഇയർ ഐ ടേൺ 8 വി ഗോട്ട് എ ന്യൂ ഹൗസ് ബോയ്. സോ എനിക്ക് 8 വയസ്സ് പൂർത്തിയായ വർഷം ഞങ്ങൾക്ക് പുതിയൊരു ഹൗസ് ബോയ്, വീട്ടുവേലയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ കിട്ടി. ഹിസ് നെയിം വാസ് ഫിഡെ. അവന്റെ പേര് ഫിഡെ എന്നായിരുന്നു. ദ ഓൺലി തിങ് മൈ മദർ ടോൾഡ് us about him was that his family was very poor. എന്റെ അമ്മ ഫിദയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, എത്രമാത്രം പാവപ്പെട്ടതാണ് ഫിഡയുടെ ഫാമിലി എന്നതായിരുന്നു. മൈ മദർ സെൻഡ് യാംസ് ആൻഡ് റൈസ് ആൻഡ് അതർ ഓൾഡ് ക്ലോത്ത്സ് ടു ഹിസ് ഫാമിലി. സോ ഫിഡയുടെ ഫാമിലിയിലോട്ട് അമ്മ യാംസ്, റൈസ്, അതുപോലെ ഓൾഡ് ക്ലോത്ത്സ്. യാംസ് മീൻസ് ചേന, ചേമ്പ്, കാച്ചിൽ അത്തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണ് യാംസ്. അതുപോലെ റൈസ് മീൻസ് അരി. അതുപോലെ ഞങ്ങളുടെ ഓൾഡ് ക്ലോത്ത്സ്, ഞങ്ങൾ ഉപയോഗിക്കാത്ത പഴയ ക്ലോത്ത്സ്, ഇവയെല്ലാം അമ്മ ഫിഡയുടെ ഫാമിലിയിലോട്ട് കൊടുത്തയക്കാറുണ്ടായിരുന്നു. ആൻഡ് വെൻ ഐ ഡിഡ്ന്റ് ഫിനിഷ് മൈ ഡിന്നർ മൈ മദർ വുഡ് സേ, ഫിനിഷ് യുവർ ഫുഡ്, ഡോണ്ട് യു നോ പീപ്പിൾ ലൈക്ക് ഫിഡേസ് ഫാമിലി ഹാവ് നത്തിങ്. അതുപോലെ ഞാൻ ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാതിരിക്കുമ്പോൾ, ഞാൻ വേസ്റ്റ് ആക്കുമ്പോൾ എൻ്റെ അമ്മ എന്ത് പറയാറുണ്ടായിരുന്നു, ഫിനിഷ് യുവർ ഫുഡ്, ഭക്ഷണം തീർത്ത് കഴിക്കൂ. ഡോണ്ട് യു നോ പീപ്പിൾ ലൈക്ക് ഫിഡേസ് ഫാമിലി ഹാവ് നത്തിങ്. നിനക്കറിയില്ലേ ഫിദയെ പോലെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ ശകാരിക്കുമായിരുന്നു. സോ ഐ ഫെൽറ്റ് enormous pity for ഫിഡേസ് ഫാമിലി. അതുകൊണ്ട് തന്നെ എനിക്ക് ഫിദയുടെ ഫാമിലിയെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം പിറ്റി, വളരെയധികം സഹതാപവും ദയയും തോന്നിയിരുന്നു. Then one Saturday we went to his village to visit and his mother showed us a beautifully patterned basket of dyed raffia that his brother had made. അങ്ങനെ ഒരു സാറ്റർഡേ ഞങ്ങൾ അവന്റെ വില്ലേജിലോട്ട് പോയി, അവന്റെ ഗ്രാമത്തിലോട്ട് പോയി. And his mother showed us a beautifully patterned basket of dyed raffia. അവന്റെ അമ്മ, ഫിഡയുടെ അമ്മ, ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയപ്പോൾ അവന്റെ ബ്രദർ ഉണ്ടാക്കി വെച്ചിരുന്ന ബാസ്ക്കറ്റ് ഓഫ് ഡൈഡ് റഫിയ. ഡൈഡ് റഫിയ മീൻസ് പനയോല ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ബ്രദർ വളരെ ബ്യൂട്ടിഫുള്ളി പാറ്റേൺ ചെയ്തിട്ടുള്ള ബാസ്ക്കറ്റ്സ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ദിസ് ഈസ് ഡൈഡ് റഫിയ പാംസ് ഓർ ലീവ്സ് and this is the basket made out of dyed raffia. Dyed raffia leaves ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ palms ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാസ്ക്കറ്റ് ആണിത്. I was startled. It had not occurred to me that anybody in his family could actually make something. She says that she was startled. Startled means shocked. അടിച്ചു പറയുന്നു, ഈ ഒരു മനോഹരമായി ഡിസൈൻ ചെയ്ത ബാസ്ക്കറ്റ്സ് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ഷോക്ക്ഡ് ആയി. It had not occurred to me means ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല that anybody in his family could actually make something. ഫിഡയുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതേ ഉണ്ടായിരുന്നില്ല. All I had heard about them was how poor they were. ഞാൻ ഫിഡയുടെ ഫാമിലിയെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം അവർ എത്രമാത്രം പൂർ ആയിരുന്നു എന്ന് മാത്രമേ ഞാൻ ഫിദയുടെ ഫാമിലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ് ഇറ്റ് ഹാഡ് ബിക്കം ഇംപോസിബിൾ ഫോർ മീ ടു സീ ദം ആസ് എനിത്തിങ് എൽസ് ബട്ട് പൂർ. സോ അതുകൊണ്ട് തന്നെ ഫിഡയുടെ ഫാമിലിയെ കുറിച്ച് എനിക്ക് അവർ അത്രയും പൂർ ആയിട്ടുള്ള, വളരെയധികം പാവപ്പെട്ട ആളുകൾ എന്നതിലുപരിയായിട്ട് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നതേ ഉണ്ടായിരുന്നില്ല. Their poverty was my single story of them. എനിക്ക് അവരെ കുറിച്ചുണ്ടായിരുന്ന ഒരേ ഒരു സ്റ്റോറി, ഒരേ ഒരു അറിവ് അവരുടെ പോവേർട്ടി, അവരുടെ ദാരിദ്ര്യം, അവരുടെ പട്ടിണി, അത് മാത്രമായിരുന്നു എനിക്ക് ഫിഡെ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുന്ന ഒരേ ഒരു ആശയം. ഇറ്റ് വാസ് പോവേർട്ടി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ അടിച്ച് എന്ത് ചെയ്യാണ്, തൻ്റെ അനുഭവങ്ങളിലൂടെ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന ആ ആശയം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരികയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് അടിച്ചു പറയുന്നത് അടിച്ചു വായിച്ചിരുന്ന പുസ്തകങ്ങൾ, അവ എത്രമാത്രം അടിച്ച് സ്വാധീനിച്ചു. ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ അത് വെള്ളക്കാരെ കുറിച്ചായിരിക്കണം, എൻ്റെ അനുഭവങ്ങളുമായി യാതൊരു രീതിയിലും റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം താൻ എഴുതേണ്ടത് എന്ന രീതിയിലുള്ള ഒരു ആശയമായിരുന്നു ആദ്യ നാളുകളിൽ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആഫ്രിക്കൻ ബുക്സ് കാണുന്നത് വരെ, വായിക്കുന്നത് വരെ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരേ ഒരു ധാരണ, പുസ്തകം എന്ന് പറഞ്ഞാൽ അത് വെള്ളക്കാരെ കുറിച്ചായിരിക്കണം, അല്ലെങ്കിൽ തൻ്റെ സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊന്നും അതിൽ വരാനേ പാടില്ല എന്നായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്ന ധാരണ. അതുപോലെ ഫിഡെ എന്ന് പറഞ്ഞ കുട്ടി തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവനെക്കുറിച്ചുണ്ടായിരുന്ന ഒരേ ഒരു ആശയം,
പാവപ്പെട്ടവൻ, ഒന്നുമില്ലാത്തവൻ, ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ എന്ന ഒരേ ഒരു സ്റ്റോറി ആയിരുന്നു അഡിച്ചിക്ക് അവനെ കുറിച്ച് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള സിംഗിൾ സ്റ്റോറീസിന്റെ അപകടം അത് അഡിച്ചി തന്റെ അനുഭവങ്ങളിലൂടെ പറഞ്ഞു മുന്നോട്ട് പോവുകയാണ് തന്റെ സ്പീച്ച്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. പാർട്ട് 3-ൽ നമ്മൾ സ്പീച്ചിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാട് ചെയ്യുന്നതായിരിക്കും. അവ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ടേക്ക് കെയർ. ബൈ.